என் நெஞ்சில் நானோலம் பூமுல்ல என் நீலி மோகங்கள் മരിക്കുകയില്ല എന്നെന്നും എൻ ചാരമുള്ള. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ ഉള്ളത് കൊടൈക്കനാലാട്ടോ. ഒടുക്കത്തെ തണുപ്പുണ്ട്. എന്നാൽ രാത്രി നല്ല തണുപ്പായിരുന്നു. തൊണ്ടയ്ക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. റൂമിതാ ഫുൾ സാധനങ്ങൾ പരത്തിട്ടേക്കുക. ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു, രക്ഷയില്ല. നന്നായിട്ട് ഉറങ്ങി. പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് റിസോർട്ടും സ്റ്റേസ് ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഫുള്ള് തന്നെ. നമ്മളിന്ന് രാത്രി ലേക്കിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഇത്ര വണ്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം എന്താ സ്ഥിതി. ചെക്കൻ കിടന്ന് ഉറങ്ങുക. എങ്ങനെയായിരുന്നു ഉറക്കം? ഒരു 8 മണിക്കൂർ നല്ല സുഖമായുള്ള ഒരു ഉറക്കം കിട്ടി. കുറേ നല്ല തണുപ്പായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നത്. സത്യം നല്ല ക്ലൈമറ്റ് അടിപൊളിയാട്ടോ. മാർച്ച് ഞങ്ങളൊക്കെ വിചാരിച്ച് ചൂടായിരിക്കുന്നല്ലേ, ചൂടായിരിക്കുന്നത് വിചാരിച്ചു. എന്തായാലും പുറത്തിറങ്ങാം. കേട്ടോ രാവിലത്തെ ക്ലൈമറ്റ് എന്താ പാടുന്നത്. ചെക്കന്മാരിവിടെ കിടക്കുന്നുണ്ട്. മഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. രാവിലത്തെ മോർണിംഗ്. എന്താണ് സംശയം പ്ലാൻ? ടുഡേ പ്ലാൻ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ നേരെ കൂക്കൽ പിടിക്കണം. കൂക്കാൽ, മന്നമന്നൂർ, പൂമ്പാറ. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കും. ഓൾമോസ്റ്റ് ഒരു 30 to 40 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാണ്ടെന്ന്. പോയിട്ട് പെട്രോൾ ഫുൾ ചെയ്യണം. ഫുൾ കഴിച്ചതിന് ശേഷം കേട്ടോന്നറിയില്ല ബൈക്ക്. നമ്മളോട് നേരെ കൊടൈക്കനാൽ പോയിട്ട് പെട്രോൾ ഫില്ല് ചെയ്യണം. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ പൂമ്പാറ, മന്നമന്നൂർ, പിന്നെ കൂകൽ. അങ്ങനെ ഇന്നത്തെ പ്ലാൻ. വാക്കൊക്കെ കൊണ്ടുപോയെന്ന് രക്ഷയില്ല. യെസ്. അപ്പോൾ നമ്മൾ റൂമിനോട് ഇവിടെ പറയാം കേട്ടോ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അടിപൊളി റൂം. ബൈ ബൈ. ഒന്നും മറന്നു വെച്ചിട്ടൊന്നുമില്ലല്ലോ. സെറ്റാട്ടോ. ഓക്കെ. താങ്ക്സ്. ചെറിയ ഒരു പൂ കിട്ടിയിട്ടോ. കുടിക്കട്ടെ.
അങ്ങനെ ഒരു 4 കിലോമീറ്റർ പെട്രോൾ പമ്പ്. നമ്മൾ ആദ്യം ഫ്യൂല് ഫില്ല് ചെയ്യാം. കൊടൈക്കനാൽ രക്ഷയില്ല, നല്ല തണുപ്പ്. ഞാൻ 2-3 ടീഷർട്ടൊക്കെ കൂടെ ഉള്ളിലിട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇട്ടു. അല്ലാതെ ഇപ്പോൾ തണുപ്പ് പ്രതിരോധിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കുറയും. പക്ഷേ ഇത് മോർണിംഗിലുള്ള ആ ഒരിതാ, സൂര്യൻ ഉദിച്ചിങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഈ വെയിലിങ്ങനെ കൊള്ളുമ്പോൾ നല്ല സുഖം. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ഭക്ഷണം കഴിക്കാൻ കയറി. മസാല ദോശ വന്നിട്ടുണ്ട്, ഹംസു ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഫുഡ് കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ഓക്കെയാണ്. എന്തായാലും പെട്രോൾ പമ്പ് പോയപ്പം 1 മണിക്കൂറാവും എന്തോ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോയിട്ട് ഫ്യൂല് ഫില്ല് ചെയ്യാം. എന്തായാലും ഇത് കംപ്ലീറ്റ് ആകട്ടെ. ഹോട്ടൽ കോടൈ ആര്യാസ് 10 പൈസക്കില്ല ഫുഡ്. പിന്നെ കയറി ഓർഡർ ചെയ്തോ, ഒന്ന് കഴിക്കാണ്ട് നിവർത്തിയില്ലല്ലോ. നമുക്ക് നേരെ പമ്പ് പോയി ഫ്യൂല് ഫില്ല് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ആകെ 70 കിലോമീറ്ററേ ഓടുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നും ഇനി പമ്പും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ എപ്പോഴും വില്ലേജ് ഭാഗത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരെ പൂമ്പാറ വ്യൂ പോയിൻ്റ്, ഇവിടുന്ന് ഏകദേശം 45 മിനിറ്റ് 20 കിലോമീറ്റർ കേട്ടോ. ഫുഡ് കഴിച്ചു, പെട്രോൾ അടിച്ചു, എല്ലാം കൊണ്ടും ഓക്കെ സെറ്റാട്ടോ. റൈറ്റ് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂമ്പാറ. നമ്മൾ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പൂമ്പാറ മന്നവന്നൂർ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ്. ഒരമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. തമിഴ്നാട് ആന വണ്ടിയാണ് പോകണം. TNSTC വേറെ ലെവൽ റൂട്ട്, ഒന്നും പറയാനില്ല, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത എന്ത് പറയണമെന്നറിയില്ല. തണുപ്പുണ്ട് നന്നായിട്ട്. അതിൻ്റെ ഇടയിൽ ഈ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ തോന്നുക കേട്ടോ. ഭയങ്കര പീസ്ഫുൾ. ഈ റോഡിൽ 2 സൈഡിലും മരമായിട്ടേ വെളിച്ചം വളരെ കുറവ്.
ഒരു മരം റോട്ടിലേക്ക് വീണ് കിടക്കണം. റൈറ്റ് സൈഡിൽ വേറെ ലെവൽ വ്യൂ ആട്ടോ. കുത്തനുള്ളൊരു ഇറക്കാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ സ്ഥലം. നെറ്റ്വർക്ക് രണ്ടും പോയിരുന്നു. നെറ്റ്വർക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പൂമ്പാറ വേറെ ഏതൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ പൂമ്പാറ വില്ലേജിലെത്തിയിരിക്കുക. ഒരു ചെറിയ സ്ഥലം, തട്ടുതട്ടായിട്ട് കുറേ ബിൽഡിങ്ങും ഫുൾ മാർക്കറ്റ്, ചെറിയ മാർക്കറ്റുകൾ. ഇവിടെ വെളുത്തുള്ളി ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വെളുത്തുള്ളി. പക്കാ ഗ്രാമാട്ടോ. മാർക്കറ്റാണ്, ചെറിയ കടകളും. അത് അക്കച്ചി ഉണ്ട് ഇവിടെ. ചായ അടിക്കാൻ നിർത്തിയ ഇതാണ് പൂമ്പാറ വില്ലേജ്. മധുരം കമ്മിന്നാ പറഞ്ഞേ, മധുരം ഉണ്ട് കേട്ടോ. പൂമ്പാറ വില്ലേജിൻ്റെ ഉള്ളിലാണ്. നല്ല വടയൊക്കെ ഉണ്ട്. ചേച്ചി 2 വട കൊടുക്കും. അക്ക ടീ. ഇതേ കുതിരകൾ വേണം. ലോഡിങ്ങും പരിപാടിയൊക്കെ കേട്ടോ.
വേറെ വൈബ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ചായ അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. നമ്മളങ്ങനെ പൂമ്പാറൈ വില്ലേജിൽ നിന്ന് നേരെ മന്നമന്നൂർ റൂട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നമ്മൾ നല്ല ചായയും വടയൊക്കെ കഴിച്ച് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് ആസ്വദിച്ച് വേറെ ലെവൽ. മസ്റ്റ് വരേണ്ട റൂട്ടാട്ടോ ഇതൊക്കെ. ഓ, എങ്ങനെയുള്ള ആൾക്കാർ താമസിക്കണെന്നുള്ള കാര്യത്തിൽ ഐഡിയ. പക്ഷേ നമ്മൾ വട്ടവട, ഏകദേശം വട്ടവട പോലെ തന്നെ കേട്ടോ ഈ വില്ലേജൊക്കെ. ഇത് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോണത്, എങ്ങോട്ടാണെന്നൊരു ഐഡിയ ഇല്ല. പോക്കറ്റ് റോഡും വേറെ ലെവൽ. ഇതിന് വഴി കാണിക്കുന്നുണ്ട്, വഴിയുണ്ട്. ഇത് കാറൊക്കെ വന്നിക്കണോ? ഇത് വഴിയാണ്, റോഡാണിത്. ബട്ട് പണിയാട്ടോ, റോഡ് കാണിക്കുന്നുണ്ട്. അവളില്ലേ? മാപ്പ് ഏതിനൊക്കെ കാണിക്കുന്നത്, ഒരു മാപ്പ് ഇപ്പോൾ കാണിക്കുന്നത് നേരെ തിരിച്ചാ. വല്ലാത്തൊരു ഇടങ്ങേറ്. പക്ഷേ ഈ റൂട്ട് വേറെ ലെവല്. മാപ്പിൽ 2 റൂട്ട്, ആ റൂട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വേറെ റൂട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ റൂട്ട് പോയാൽ, പക്ഷെ അത് മറ്റേ വഴി ഇല്ല. ഓരോരോ പണി കിട്ടണതേ. കുണ്ടിക്കാണെങ്കിൽ ഇറങ്ങുകയും ചെയ്ത്.
മന്നമന്നൂർ നേരെ പൂണ്ടി കൂകാലൊക്കെ നേരെയാണ്. അത് ചിലപ്പം ചെറിയ വഴിയായിരിക്കാം, അതുകൊണ്ടായിരിക്കും ആ റൂട്ട് കാണിച്ചത്. പൂമ്പാറ ടെമ്പിൾ, പൂമ്പാറ വില്ലേജ് വേറെ ലെവൽ കാഴ്ച. മരങ്ങളൊക്കെ ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററാണ് മന്നമന്നൂരിക്കുള്ളത്. രണ്ട് സൈഡിലും ഫോറസ്റ്റ്. റോഡ് നന്നായിട്ടുണ്ട്. റോഡ് വലിയ പൊട്ടിപ്പൊളിയൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പൂമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ ചെറിയ പേച്ച് വർക്ക് ഉണ്ട് എന്നല്ലാതെ. മന്നമന്നൂർ ലൈക്ക് 5 കിലോമീറ്റർ. ഇതാണ് മന്നമന്നൂർ. ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നേരെ മന്നമന്നൂർ ലേക്കിൻ്റെ അങ്ങോട്ട് പോവാം. ക്ലാവരൈ, പൂണ്ടി, കവുഞ്ഞി റൂട്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂണ്ടി നോക്കാം. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂണ്ടിയും പിടിക്കാം കേട്ടോ. അപ്പോൾ പൂണ്ടി പോണോ പോണ്ടേ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് സംസുവിനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്താ ചെയ്യണത്, അത് നമ്മൾ കൂക്കാലിലേക്ക് പിടിക്കണോ എന്നുള്ളത്. പിന്നെ കൂക്കാല് പിടിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ വന്നിട്ട് വേണം കൂക്കാല് പിടിക്കാൻ തോന്നുന്നു. അപ്പം നോക്കട്ടെ, പൂണ്ടി പിടിക്കണോ. പൂണ്ടി പിടിക്കുകയാണെങ്കിൽ പൂണ്ടി പോയിട്ട് നേരെ നമ്മൾ റിട്ടേൺ പോകണം. അതല്ലെങ്കിൽ ഇവിടുന്ന് നേരെ കൂകാല് പോകണം. മന്നമന്നൂർ എക്കോ ടൂറിസം സൈറ്റ്. ഓ, ഇവിടുത്തെ എൻട്രി ഉണ്ട് അല്ലേ. ഇതാണ് കൂകൽ ലേക്ക്. ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇവിടുന്ന് എൻട്രി ഫീ ഉണ്ടോ ചോദിച്ചോ? എൻട്രി ഫീ ഉണ്ടോ ചോദിച്ചോ? ചോദിച്ചോക്ക് അണ്ണാ.
എൻട്രി ഫീർക്കാ എൻട്രി ഫീർക്കാ എവ്വളോ എൻട്രി 30 രൂപ നടക്കണം വണ്ടി കയറ്റാൻ രണ്ടുപേരെ കൂടെ വണ്ടി എടുത്തിട്ട് നടക്കാൻ വയ്യ പോവല്ലേ നമ്മൾ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കയറുന്നില്ല കേട്ടോ ബൈക്കിലേക്ക്. ഒന്നാമത് നല്ല വെയിലും ഉണ്ട്, പക്ഷെ ഒരു തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. ഈ വെയിലും കൊണ്ട് അങ്ങോട്ട് നടക്കാനുള്ളൊരു ഇതില്ല. ഇവിടുന്ന് നേരെ പോയാൽ പൂണ്ടിയാണ്. നമ്മൾ പൂണ്ടി പോണില്ല. അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ കൂകലിലേക്ക് പോയേക്കാം. അതാവും നമ്മൾ നേരെ കൂകാൽ പിടിക്കാം, ആണ് ഏറ്റവും നല്ലതെന്ന് തോന്നുക. വെയിൽ കൊണ്ടാൽ തന്നെ ഭയങ്കര ക്ഷീണം. പിന്നെ ബൈക്കിലിങ്ങനെ പോകുമ്പം ഈ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, അപ്പോൾ നല്ല സുഖമുണ്ട്. പക്ഷെ എവിടെയും നിർത്തി കുറച്ച് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല. കൂകാൽ റൂട്ടിലേക്ക് ഇങ്ങോട്ട് കയറി കുറച്ചിങ്ങോട്ട് പോന്നു. വേറെ ലെവൽ. ക്യാമറ ഓണാക്കിയേ മതിയാവും, അത്രയും ബ്യൂട്ടിഫുൾ. ചെറിയ റോഡും 2 സൈഡും മരങ്ങളും, വേറെ മൂഡ്. നമ്മൾ പൂണ്ടി പോവാണ്ട് കൂകലിലോട്ട് തിരിഞ്ഞതാട്ടോ, അത് വർത്തായി. അടിപൊളി റോഡ്. ചെറിയ റോഡാണ്, 2 സൈഡിലും മരങ്ങളും. വലിയ വണ്ടികളൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടും, എന്നാലും അടിപൊളി. ഫോറസ്റ്റിൻ്റെ ഒരു ബൊലേറൊക്കെ ഉണ്ടല്ലോ, ഫോറസ്റ്റ് റൂട്ടുണ്ടോ എൻ്റെ മോനെ. ബ്യൂട്ടിഫുൾ എന്ന് പറയണങ്ങാട്ടി ഒരു രക്ഷയില്ല, വേറെ ലെവൽ. കോടയും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നല്ല മഴക്കാലത്തോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ വരണം, ഡിസംബറിലൊക്കെ. ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു മൂഡ്. എന്നാൽ കാറ്റുണ്ട് ചെറുതായിട്ട്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ റൈഡിൻ്റെ നമ്മൾ എന്തുദ്ദേശിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, റൈഡ് വൈബ് രക്ഷയില്ല. അടിപൊളി ഫ്രെയിമാണ്. അതെ, ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ അറിയില്ല കേട്ടോ. ഓ തണുപ്പ്. കൊടൈക്കനാലും പൂമ്പാറയും അവിടെ ഇവിടെയൊക്കെയുള്ളങ്ങാട്ടും തണുപ്പ് ഈ റൂട്ടിലുണ്ടേ. സമയം 11:30 നേരമാണ്. ഇനി നേരെ കൂകൽ വില്ലേജ്, കൂകൽ വെള്ളച്ചാട്ടം. വേറെ ലെവൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി. ക്യാമറ ഓഫാക്കാനോട് തോന്നണില്ല, അത്രയും
ഈഗിൾ വുഡ്സ് കൂഗാൽ. ഇതാണ് കൂഗാലിൻ്റെ എൻ്റെ. കൃഷിയാണ് മെയിൻ. ഒരു മഡ് ഹൗസ്, കൂഗൽ ക്യാമ്പ്. ഗൂഗിൾ ലൈക്ക് വ്യൂ. ഇതാണത്, മൗണ്ടൻ വ്യൂ ഹോം സ്റ്റേ. ഇതാട്ടോ കൂഗാൽ ലേക്ക് വ്യൂ. എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് കൂഗാൽ. എന്തായാലും നമുക്ക് അതുവരെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിയേക്കാം. ഒടുക്കത്തെ വെയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. ഇതാണ് ലേക്ക്, വിശാലമായ ലേക്ക്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, വേറെ ലെവൽ. ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അടിപൊളി വ്യൂ. ശരിക്കും ഇത് ഈ സമയത്ത് ആസ്വദിക്കാൻ അത്ര പറ്റണില്ല, കാരണം ചൂട് നല്ലോണ്ട്. അങ്ങനെ നമ്മൾ കൂഗൽ ലേക്ക് വ്യൂ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇനി നേരെ കൂഗൽ വില്ലേജ് ഉണ്ട്, അതും കൂടി വിസിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ഹോം. അതാണ് പരിപാടി. നേരെ കൂഗൽ വില്ലേജ്, എന്താ പൂമ്പാറ വില്ലേജില്ലേ, അതേപോലെ തന്നെയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതും കൂടിയും കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ. ലാൻറ്റേൺ ഹോം സ്റ്റേ. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളും ഇത്രയും ഉള്ളിലായിട്ടും കുറേ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഇവിടെ. യെസ്, ഇതാണ് കൂഗാൽ. ടീ പൊറോട്ട ബിരിയാണി. നല്ല വ്യൂ ഉണ്ട്. ഇത് കൂഗൽ വില്ലേജിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാ. ഇവിടുന്ന് വേറെ ലെവൽ വ്യൂ. പക്ഷെ അത്
കൂകൽ വില്ലേജ്. പൂമ്പാറ പോലെ തന്നെ, പൂമ്പാറ അത്ര വലുതല്ല, ചെറിയൊരു സെറ്റപ്പ്. ലാസ്റ്റാണ്, ഇത്രേനുള്ളൂ അല്ലേ? അവിടെ അക്കുണ്ട്, ചോദിക്കാം, കയറണേ, ചായ അടിക്കാം. ഇതാണ് കൂകലിൻ്റെ ലാസ്റ്റ്. ഇവിടെ വന്ന് എൻ്റെ ആവാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, പിന്നെ ഇവിടെ ചെറിയ കടയും. ഈ ചായക്കടയിൽ നിന്ന് 2 ബജ്ജി കഴിച്ചു. ഇനി എന്തായാലും നമുക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കയറി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ റിട്ടേൺ പിടിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് ഈ റൈറ്റ് സൈഡ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും നമുക്കിനി നേരെ റിട്ടേൺ പിടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കൂകൽ വില്ലേജും കണ്ട് ബാക്ക്, നമ്മൾ കൂകലും വില്ലേജും കണ്ട് നേരെ ഈ റിട്ടേൺ ആട്ടോ. കൊടൈക്കനാൽ 35 കിലോമീറ്റർ. നമുക്ക് നേരെ ഇനി റിട്ടേൺ പിടിക്കാം. സമയം 12:45. ഇനിയിവിടെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കാരണം നമ്മൾ വന്ന റൂട്ടും നമ്മളെല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് കാണാൻ പറ്റുന്നിടത്തോളം നമ്മൾ കവർ ചെയ്തു. ഒരു പൂണ്ടി മാത്രമേ നമ്മൾ സ്കിപ്പ് ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം റൂട്ടൊക്കെ കവർ ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊടൈക്കനാൽ പിടിക്കാം. കൊടൈക്കനാലിൽ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് റിട്ടേൺ ഇറങ്ങാം പഴനിയിലോട്ട്.